ഇവർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഇപ്പം ജന്മവ്യാഴം അത്ര നല്ലതല്ല. ദൈവാധീനവും വലിയ കാര്യമായിട്ടില്ല. കണ്ടകശനി അവിടെ ഓൾറെഡി ഉണ്ട്, അദ്ദേഹം അവിടെ തന്നെ നിൽപ്പുണ്ട്. വ്യാഴത്തിന്റെ അതിശക്തമായ ഭാവത്തിൽ നിന്നുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ആ ശനിയെ കൊണ്ടുള്ള നമ്മുടെ ആ ദുർഘടമായ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്ത് വരുന്നതിനൊക്കെ ഇത്രയും എന്താ പറയുക, മല പോലെ വന്ന് എലി പോലെ പോയി എന്നൊക്കെ പറയാം. അതുപോലെ എന്താ പറയാ, കള്ളത്തരമൊക്കെ കാണിക്കുന്ന ആൾക്കാരാണെങ്കിലൊക്കെ പിടിവീഴുന്ന സമയമാണ്. പിടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇപ്പൊ പിടിവീഴൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവർക്ക് പിടിച്ചില്ലേ എന്നുള്ള ഒരു രീതിയിലേക്ക് രക്ഷപ്പെടും. അതിനുള്ള അവസരമാണ് ഈ വ്യാഴം കൊണ്ടുവരുന്നത്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷിയായ ശ്രീമതി ജ്യോതി സത്യനാണുള്ളത്. മാഡം നമസ്കാരം. ഒരു പുതിയ വർഷം കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ നക്ഷത്രങ്ങളും ഗ്രഹനിലകളും നൽകുന്ന സൂചനകളിലൂടെ വരാനിരിക്കുന്ന ആ വർഷം എങ്ങനെയാണ്, അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഈ വർഷം എങ്ങനെയാണ്, നമുക്കൊക്കെ നല്ലതാണോ മോശമാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ചില രാശിക്കാർക്ക് മോശമാണ്, ചിലർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ മിഥുനം രാശി എടുത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ മിഥുനം, മകയിര, തിരുവാതിര, പുണർന്നമുക്കാല്, ഇവർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കാരണം കണ്ടകശനി അറിയാലോ, കണ്ടകശനി 10ലാണ് ശനി നിന്നിരുന്നത്. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മമണ്ഡലമാണ്. അപ്പോൾ പലരും കുറേ കാലങ്ങളായിട്ട് അവർക്ക് ഇങ്ങനെ ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാകാം. ജോലി മാറിപ്പോയാലോ എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ടാവും. ചിലർ റിസൈൻ ചെയ്ത് പോയിട്ടുള്ളവരുണ്ടാകും. ചിലർ റിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് പലവട്ടം ആലോചിക്കുന്നവരുണ്ടാകാം. ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നവരുണ്ടാകും. കാരണം സഹിക്കാൻ മേലാത്തതുകൊണ്ടാകും. പിന്നെ കച്ചവടമൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ സ്ട്രഗിൾ കൂടും, ചിലപ്പോൾ നഷ്ടം വരും. അങ്ങനെ പല കാര്യങ്ങളും ഉള്ളതാണ്. അപ്പം അങ്ങനെ നിൽക്കുക. അതിനോടനുബന്ധമായിട്ട് അവർക്ക് ജന്മവ്യാഴവും കൂടിയായിരുന്നു. അപ്പം ജന്മവ്യാഴം അത്ര നല്ലതല്ല. അപ്പം അങ്ങനെ അവർ ദൈവാധീനവും വലിയ കാര്യമായിട്ടില്ല, സ്ട്രഗിളാണ്. ഇപ്പം നമ്മളൊരു പോയിന്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്ത് മുന്നോട്ട് പോകും. ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അവിടെ കെട്ടിക്കിടക്കും. മൂവ്മെന്റ് ഇല്ല, പഠിച്ചിട്ട് തടസ്സങ്ങൾ. അതായത് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് പല പ്രോജക്റ്റുകളും നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരും. പക്ഷെ അതൊക്കെ ഒന്നും ഭാവനയിൽ മാത്രമേ വരുള്ളൂ. കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ എല്ലാത്തിനും ബ്ലോക്ക് വരും. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറയുന്ന ജോലി മാറ്റം. നമ്മൾ പല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. വളരെ സ്ട്രഗിൾ ചെയ്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ഇന്റർവ്യൂ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. ഇനി അഥവാ ചെയ്താൽ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, എതിർവശത്തിരിക്കുന്ന ആൾക്ക് പോരാന്നുള്ള ചിന്താഗതിയായിരിക്കും. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടും അംഗീകാരം കിട്ടാതെ പോകുന്ന സമയങ്ങൾ. ചില ഇപ്പോൾ കലാസൃഷ്ടികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ പൂർണ്ണതയിലെത്താൻ പറ്റാതെ വരിക. അവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു സൃഷ്ടിയിൽ താല്പര്യം ഇത് കിട്ടാതെ വരിക, സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ അതില്ലാതെ വരിക, വീണ്ടും മാറ്റി കൊണ്ടുപോവുക. പക്ഷെ അതിലൊന്നും നമുക്കൊരു വിജയത്തിലെത്താൻ പറ്റാതെ വരിക. അങ്ങനെയൊക്കെ ഒരുപാട് തടസ്സങ്ങളും സ്ട്രഗിളും ഒക്കെ അനുഭവപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം നമ്മുടെ വ്യാഴമാണ് നമുക്ക് ലക്ഷം ദോഷം ഉണ്ടെങ്കിലും വ്യാഴം നല്ലപോലെ പ്രസാദിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ ദോഷം എവിടെ പോയി നമ്മൾ വിചാരിക്കും. നോക്കി നിൽക്കുക, അതെല്ലാം പോകും. അപ്പൊ അത്രയ്ക്ക് ബലവാനായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ജ്യോതിഷ സംബന്ധിയായ കൂടുതൽ വീഡിയോകൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി അമർത്തണേ. അപ്പോൾ മിഥുനം രാശിക്കാരുടെ 2ാം ഭാവത്തിലാണ്. ഒരു 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്ക്. ഇപ്പൊ വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ ഒരു പഠനം, അതുപോലെ തന്നെ നമ്മുടെ വാക്ക്, ധനം, സേവിങ്സ്. എത്ര കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ നമുക്ക് വരവുണ്ടാവും, ചിലവായിരിക്കും. അപ്പൊ അതെല്ലാം മാറി നമുക്കിപ്പോൾ കണ്ടകശനി അവിടെ ഓൾറെഡി ഉണ്ട്, അദ്ദേഹം അവിടെ തന്നെ നിൽപ്പുണ്ട്. എന്നാൽ പോലും ഈ കർക്കടകത്തിലെ വ്യാഴം ഉച്ചസ്ഥനായിട്ട് 2ാം ഭാവത്തിൽ നിൽക്കുന്ന മിഥുനം രാശിക്കാർക്ക് വലിയൊരു സംരക്ഷണമാണ്, വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ധനപരമായിട്ടുള്ള ഇതുണ്ടാവും, ഉന്നമനം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ 10 പൈസ സേവ് ചെയ്യാനുള്ളൊരു മാർഗം തുറന്നു വരും. അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവരുടെ പഠനത്തിൽ കുറച്ചുകൂടി ഏകാഗ്രതയായിട്ട് പഠിക്കാനും അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ വരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ 10 ഈ നിൽക്കുന്ന കർക്കടകത്തിൽ നിന്നുകൊണ്ട്
ഗുരു നോക്കുന്നുണ്ട്, ആരെ ശനിയെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ശനി എന്തായി, ശനിയുടെ ഒരു നോട്ടം അല്ല, വ്യാഴത്തിൻ്റെ അതിശക്തമായ ഭാവത്തിൽ നിന്നുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം 10ൽ നിൽക്കുന്ന ആ ശനിയെ കൊണ്ടുള്ള ആ നമ്മുടെ ആ ദുർഘടമായ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്ത് വരുന്നതിനൊക്കെ ഇത്രയും എന്താ പറയുക, മല പോലെ വന്ന എലി പോലെ പോയി എന്നൊക്കെ പറയാം. അതുപോലെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിലൊരു സൊല്യൂഷൻ കിട്ടും. അത് നമ്മൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അവിടെ വരും. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു സർക്കാർ ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണ്, ട്രാൻസ്ഫറിനൊക്കെ അപേക്ഷിച്ച് വെച്ചിരിക്കുമായിരിക്കും. നമ്മളിപ്പോൾ വല്ല ഓണം കേറാമൂലയിലായിട്ടൊക്കെ ആയിരിക്കും തട്ടിയിരിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഒക്കെ കുളമായിട്ടുണ്ടാവും. വീട്ടിൽ മാതാപിതാക്കളുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പിന്നെ അവരെ നോക്കാനോ അവരെ ചിലപ്പോൾ രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നമുക്ക് അവരെ ശ്രദ്ധിക്കണം എന്നുള്ളിലുണ്ടാവും. പക്ഷേ ഒന്നും നടക്കില്ല. പിന്നെ സേവിങ്സ് ആണെങ്കിൽ 10 പൈസ ഓട്ടക്കൈയാണ് എൻ്റെ എന്നുള്ളത് പോലെ തോന്നുന്നൊരവസ്ഥ. അവിടെ നിന്നൊക്കെ മാറ്റം ഉണ്ടാവും. അതെ, അതായത് ഈ കണ്ടകശനിയിലും ഈ ഒരു മാറ്റങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. അതാണ്. അപ്പോൾ കണ്ടകശനി ആണെന്ന് പറഞ്ഞാലും കണ്ടകശനിയുടെ ആ ഒരു ശനിയുടെ ആ ഒരു പിടുത്തം ഉണ്ടല്ലോ, ആ ഒരു നീരാളി പിടുത്തം ഉണ്ടല്ലോ, ആ പിടുത്തം, അതായത് കർക്കശ സ്വഭാവമാണല്ലോ. നമ്മളിച്ചിരി ഉഴപ്പൊക്കെ കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിച്ചിരി എന്താ പറയുക കള്ളത്തരമൊക്കെ കാണിക്കുന്ന ആൾക്കാരാണെങ്കിലൊക്കെ പിടി വീഴുന്ന സമയമാണ്. അപ്പം ആ സമയത്ത് നമ്മളങ്ങനെ പിടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇപ്പം പിടി വീഴൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവർക്ക് പിടിച്ചില്ലേ എന്നുള്ള ഒരു രീതിയിലേക്ക് രക്ഷപ്പെടും. അതിനുള്ള അവസരമാണ് ഈ വ്യാഴം കൊണ്ടുവന്നിരുന്നത്. അപ്പം തീർച്ചയായിട്ടും മിഥുന രാശിക്കാരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, അവർക്ക് വരുന്ന അവരുടെ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ കുടുംബത്തിനാണെങ്കിലും ഒക്കെ ഒരു സമാഗമം, അതായത് വീണ്ടും അകന്നുപോയ ആൾക്കാർ പുനരായിട്ട് അവർ പുനർജീവനാണ് അവർക്ക്, ബന്ധങ്ങൾക്കൊക്കെ. ജ്യോതിഷ സംബന്ധിയായ കൂടുതൽ വീഡിയോകൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സേവിങ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സേവിങ്സിലും വ്യത്യാസം ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ്. ജോലിക്കാർക്കാണെങ്കിലും അവരുടെ കർമ്മ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന സ്ട്രഗിളൊക്കെ ഒന്ന് മാറിയിട്ട് എതിരാളികളൊക്കെ വരും. ചിലപ്പോൾ വർക്ക് പ്ലേസിലൊക്കെ എതിരാളിയൊക്കെ വരും. ആവശ്യമില്ലാത്ത ഗോസിപ്പ് കോളങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് പെടും. ഈ 10ലെ ശനിയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചുമ്മാതെ, അപ്പം നമ്മുടെ അത് വെറുതെ അങ്ങോട്ട് കോമൺ ആയിട്ട് പറയുന്നതല്ല, അത് പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കാനുള്ള ശനി നമ്മുടെ ഓരോ വ്യക്തിക്കും ഒരു ഗ്രഹനിലയുണ്ടല്ലോ. അപ്പോൾ ആ ഗ്രഹനിലയിൽ ശനി ശക്തനായിട്ടാണോ നിൽക്കുന്നത്, വക്രിയായിട്ടാണോ നിൽക്കുന്നത്, വേറൊരു പാപൻ്റെ കൂടെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അതുമൊക്കെ നോക്കിയിട്ട് അതിലുമൊക്കെ മോശം കണ്ടീഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പെടും. ഈ 10ലൊക്കെ ശനി നിൽക്കുന്ന സമയത്ത് വർക്ക് പ്ലേസിൽ നമ്മൾ ഒരുവിധം പിടിച്ച് നിന്നെങ്കിൽ അത് നമ്മുടെ മനോബലം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ദൈവാധീനം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്ത ഗുണം കൊണ്ടായിരിക്കും. അത്രയും ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല സ്ഥലത്ത് എവിടെന്നെങ്കിലും ഒരു ജോലി മാറ്റമൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ടെപ്പേന്ന് നമ്മൾ ആഗ്രഹിക്കാത്ത ഓണം കയറാൻ അവിടെ വള്ളിക്കെട്ടൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ തട്ടപ്പെടും. നമ്മൾ ചെല്ലാൻ നോക്കിയിരിക്കും അവര്, നമ്മളെ വന്നല്ല ഒരു പുതിയ ഇരയെ കിട്ടി എന്നുള്ള രീതിയിൽ നമ്മളോട് പെരുമാറും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളും ദുഃഖിതനായിട്ട് അങ്ങനെ ഇനി വെറുതെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തേക്കാം, കിട്ടിയാൽ കിട്ടട്ടെ എന്ന് കരുതി നമ്മൾ നമ്മുടെ വീട്ടിൽ മാതാവ് പ്രായമായതാണ്, ഇങ്ങനെ ദുരവസ്ഥ, അതുകൊണ്ട് എനിക്ക് അത്രയും ദൂരേക്ക് പോകാൻ പറ്റില്ല എന്ന് ചുമ്മാ ആയിരിക്കും നമ്മൾ എഴുതുന്നു. ഇത് എഴുതിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഒരു പ്രതീക്ഷയുമില്ലാതെ നമ്മൾ എഴുതിയാലും ചിലപ്പോഴെന്നല്ല അങ്ങനെയുള്ളവർക്ക് ശരിയാ നമുക്ക് ഓർഡർ കിട്ടും. അതെ അതെ, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ വരും. അതാണ്. അപ്പോൾ ജോലി പോയിട്ടുണ്ടാവും ചിലർക്ക്. അപ്പം ജോലി പോയിട്ട് വെറുതെ വാനം നോക്കിയിരിക്കുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഒരു കോള് ആരുടെയെങ്കിലും നമ്മുടെ പഴയ സ്നേഹിതരോ ആരെങ്കിലുമൊക്കെ എന്തായി ജോലി കിട്ടിയാ, ഇല്ലേ ഒന്നും ആയില്ലേ, എന്നാൽ ഇന്ന സ്ഥലത്ത് ഇന്ന ആളുണ്ട്, നീ വാ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത, ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സഹായഹസ്തങ്ങളൊക്കെ നമ്മളെ തേടി. അതായത് അപ്രതീക്ഷിത ധനം അല്ലെങ്കിൽ അപ്രതീക്ഷിത സഹായം ഇതൊക്കെ ഈ മകയിരം, തിരുവാതിര, പുണർദമുക്കാല് അവര് വളരെ ആളുകാർക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം അവരാണ് പ്രതീക്ഷിക്കേണ്ടവര്. അവരത്രയും സഹിച്ച് വിഷമിച്ചിരിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് പുതുവർഷത്തിലെ ഓണം വളരെ ഭംഗിയായിട്ട് സന്തോഷമായിട്ട് ഒരു ആശ്വാസത്തോടെ, ഒരു ഇരുട്ട് പിടിച്ചിരിക്കുമായിരുന്നു. ഊതിയാലും അതിന് എൻ്റെ ജീവിതം കട്ടപ്പുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തുനിന്ന് ആ പുകയൊക്കെ അങ്ങോട്ട്
അലിഞ്ഞലിഞ്ഞില്ലാതെയായിട്ട് പ്രകാശം വരുന്നൊരു സമയം ആണ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ അവിടെ വരുന്നത് 2ലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഫസ്റ്റ് ഹാഫാണ് അവർക്ക് ഏറ്റവും നല്ലത്. പിന്നീട് വ്യാഴം ഇപ്പുറത്തേക്ക് പോരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോരുമ്പോൾ അവർക്ക് 3ലേക്ക് വരും. അപ്പോൾ അപ്പോൾ തുടക്കത്തിൽ ആ ഒക്ടോബറിന് മുന്നേ ഉള്ള കാലഘട്ടമാണ് ശ്രദ്ധിച്ച് നിൽക്കുക. അപ്പോൾ ആ സമയത്ത് എല്ലാം വേഗം 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 നന്നായിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അതാണ് വേണ്ടത്. അതാണ് മിഥുനംകാർക്ക് ഉള്ള ഒരു മാറ്റം. അതെ. ജ്യോതിഷ സംബന്ധിയായ കൂടുതൽ വീഡിയോകൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി അമർത്തണേ.